എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 3 ഇൻ ഹാർമണിയിലെ ആക്ടിവിറ്റി 10 ബേർഡ് വാച്ചിങ് ഡയറിയുമായിട്ടാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാനിവിടെ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കാര്യം നമ്മളിത് ബേർഡിനെ വാച്ച് ചെയ്തുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു ഡയറിയാണ്. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള ഒരു ബേർഡിനെ വാച്ച് ചെയ്യാണ്ട് എനിക്കത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ള പക്ഷികളെ നിരീക്ഷിക്കണം. അങ്ങനെ പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബേർഡ് വാച്ചിങ്, ഈ പക്ഷികളെ നിരീക്ഷിക്കുന്ന ഒരു ഡയറി നമ്മൾ നോട്ട് ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ ബേർഡ് വാച്ചിങ് ഡയറിയുടെ ഒരു മോഡൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. മോഡലല്ല, ആ ഒരു ബേർഡ് വാച്ചിങ് ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തത് ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റും ടൈമും ഇവിടെ എഴുതി പോകണം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ഇന്നാണെങ്കിൽ 29/10/2025 8 മണി, അടുത്ത 30/10/2025 4 മണി, അടുത്ത 31/10/2025, അങ്ങനെ. നെയിം ഓഫ് ദ ബേർഡ്, നമ്മൾ നിരീക്ഷിച്ച ബേർഡ്സിൻ്റെ, ഓരോ ദിവസവും നമ്മൾ നിരീക്ഷിക്കുന്ന ബേർഡ്സിൻ്റെ പേര്, അതിൻ്റെ ആ ഒരു ബേർഡിന് ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ളത്, ആ ഒരു നമ്മൾ കണ്ട ബേർഡിന് ഏതൊക്കെ കളർ ഉണ്ട് എന്ന് എഴുതുക. സൈസ്, അത് വളരെ വലുതാണോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ആണോ സ്മോൾ ആണോ എന്ന് നമ്മൾ എഴുതുക. പിന്നെ ആക്ഷൻസ്, അത് പറക്കുകയായിരുന്നോ, അത് സിങ് ചെയ്യുകയാണോ, അത് ഡൈവ് ചെയ്യുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് കൂട്ടിലായിരുന്നോ, അല്ലെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നോ, അതുപോലെ ഈ ഒരു പക്ഷിയുടെ ആക്ഷൻസ് എന്തായിരുന്നു എന്ന് എഴുതുക. പിന്നെ വേർ ഡു യു സീ, അത് എവിടെ, മരത്തിലാണോ നമ്മൾ കണ്ടത്, ഗ്രൗണ്ടിലാണോ കണ്ടത്, പോണ്ടിലാണോ കണ്ടത്, അല്ലെങ്കിൽ ഹോമിൻ്റെ അടുത്താണോ കണ്ടത്, അങ്ങനെ എവിടെയാണ് നമ്മൾ കണ്ടത് എന്നും കൂടി എഴുതുക. എന്നിട്ട് ഈ കണ്ടതിൻ്റെ ബേസിൽ, നമ്മൾ ഓരോ ദിവസവും കാണുന്നതിൻ്റെ ബേസിൽ നമ്മളൊരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് സാധാരണ നമ്മൾ ഡയറി എഴുതുന്ന പോലെ അവർ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു ഡയറിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടത് കുട്ടികളെ കൊണ്ട് നിരീക്ഷിച്ച് തന്നെ, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾ എന്ത് ചെയ്യണം? നിരീക്ഷിക്കാൻ പറഞ്ഞാൽ നിരീക്ഷിച്ച് തന്നെ കുട്ടികൾ എഴുതുന്നതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക. അവരുടെ വിവിധങ്ങളായ സ്കില്ല് അതുകൊണ്ട് ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അത് നിരീക്ഷിച്ച് തന്നെ കുട്ടികളോട് സ്വന്തമായിട്ട് കുട്ടികളെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി ഓരോ പാരൻറ്റും ശ്രദ്ധിക്കുക. വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.